ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു. ഭൂമിയുടെ ആദ്യ സമയത്തെ സാഹചര്യം ഇവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്? രൂപരഹിതം, ശൂന്യം, അന്ധകാരം, ഇതൊക്കെയായിരുന്നു സിറ്റുവേഷൻ. ഇതൊക്കെ എങ്ങനെയാണ് മാറിയത്? ഇവിടെ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടായത്? 3-ാമത്തെ വാക്യം, ദൈവം അരുൾ ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങി. ഇനി 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. തൻ്റെ പ്രവർത്തികളിൽ നിന്നും വിശ്രമിച്ച 7-ാം ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വചനത്തിൽ നിന്നാണ് ആ വാക്കൊക്കെ എടുത്തത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, ഏദൻ തോട്ടം, പുഴകളും നദികളും ഫലവൃക്ഷങ്ങളും ഒക്കെയുള്ള ഏദൻ തോട്ടം നല്ലൊരു ഏദൻ തോട്ടമായി മാറി. 1-ാം അധ്യായം എങ്ങനെയായിരുന്നു അതിൻ്റെ അവസ്ഥ? രൂപരഹിതവും ശൂന്യവും ഇരുട്ടും അന്ധകാരവും ഒക്കെ ആയിരുന്നു. അത് എങ്ങനെയാണ് ഒരു ഏദൻ തോട്ടമായി മാറിയത്? ഭയങ്കരമായ ഒരു മാറ്റം അവിടെ ഉണ്ടായത് ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യം, നല്ല മനോഹരമായ നദികൾ അവിടെ ഒഴുകി. എല്ലാ അർത്ഥത്തിലും അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഏദൻ തോട്ടമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. രൂപരഹിതമായതും ശൂന്യമായതും ഇരുട്ട് നിറഞ്ഞ സാഹചര്യവും മാറി ഏദൻ തോട്ടമായി മാറിയത്. ദൈവവചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ നിയോഗമെന്ന പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് വിശുദ്ധമാക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും
സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, വിവിധ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്നവർ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് വിശുദ്ധമാക്കുകയാണ്. കാരണം ബൈബിളിൽ പറയുന്നു, സാഹചര്യങ്ങൾ മാറിയ അവസ്ഥ, ഇരുട്ട് മാറി, ശൂന്യത മാറി, നിരാശ മാറി, അന്ധകാരം മാറി. അത് ഏതൊരു വ്യക്തിയും നോക്കിപ്പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന ഏദൻ തോട്ടമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ്? ഒരുപക്ഷെ എന്തു ചെയ്യണമെന്ന് അറിയില്ല. ആകെ തകർന്നിരിക്കുകയാണ്. മുഴുവൻ ശൂന്യതയാണ്, നിരാശയാണ്. എനിക്കൊരു പ്രതീക്ഷയും തോന്നുന്നില്ല. ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഒരു ഇഞ്ച് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ എന്തുമാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്ക്. ഈ ബൈബിൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. രൂപരഹിതവും ശൂന്യവും ഇരുട്ടും ആയിരുന്നു. പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായപ്പോൾ, അത് ഏദൻ തോട്ടമായി മാറി. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിരാശ മാറും. ദുഃഖങ്ങൾ മാറും. പ്രതിസന്ധികൾ മാറും. പ്രയാസങ്ങൾ മാറും. ആ കഷ്ടപ്പാടുകൾ മാറും. ആ ജോലിയില്ലാത്ത സാഹചര്യം മാറും. ദൈവം ഒരു വഴി നിന്റെ ജീവിതത്തിൽ തീർച്ചയായും തുറക്കും.